സോ ഹേ ഗൈസ്, യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. പുതിയതോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഒരു സ്പ്ലെൻഡർ പ്രോജക്റ്റാണ്. സ്പ്ലെൻഡർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മളിന്ന്. ഞാൻ വണ്ടി അയച്ചു തുടങ്ങിയായിരുന്നു. വണ്ടിയുടെ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും കുറച്ച് ഫോട്ടോ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഞാൻ വീഡിയോസ് ആഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് സൈഡിൽ കാണുന്നത് മനസ്സിലാവും. വണ്ടി സാധാ ഒരു സ്പ്ലെൻഡർ ആയിരുന്നു. ഫ്രണ്ടിൽ നിന്ന് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്ക് 16 ചെയ്തിട്ടുണ്ട്. അതാണ് അവർ ബേസിക്കായിട്ട് ചെയ്തേക്കുന്നത്. ഇതിലോട്ട് നമ്മൾ ഫ്രണ്ടിൽ ഡിസ്ക് സെറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. പോരാഞ്ഞിട്ട് വണ്ടി ഫുൾ പെയിൻറ്റ് ചെയ്ത് ഒരു സ്റ്റിക്കർ വർക്ക്, അതാണ് പ്ലാൻ എന്ന് പറഞ്ഞത്. ഒത്തിരി പരിപാടി കാര്യങ്ങളൊന്നുമില്ല. വണ്ടി സിമ്പിൾ ലുക്ക് ക്ലീൻ ആയിട്ട് ഇറക്കാന്നുള്ള. പിന്നെ അപ്പം ടാങ്ക് അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ബാക്കിയുള്ളവർ ടീ ഡൗൺ ചെയ്തുകൊണ്ട് പെയിൻറ്റിങ്ങിന് ഏൽപ്പിക്കണം. അപ്പോൾ ബാക്കിയുള്ളവർ അയച്ചിട്ട് നമുക്ക് കാണാം. സ്പ്ലെൻഡർ പ്രോജക്റ്റ് അങ്ങ് തന്നിട്ടുണ്ട്. വണ്ടി വന്നപ്പോൾ ഉള്ള കണ്ടീഷൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം കണ്ടാണല്ലോ. വണ്ടി ഫുൾ ടേഡ് ഔൺ ആയിരുന്നു. നമ്മൾ മൊത്തം അഴിച്ചു, ഈസ് അഴിച്ച് ഫ്രം ദ ചേസാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ഫ്രം ഒരു ബഡ്ജറ്റ് മോഡിഫിക്കേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ബാക്കിയുള്ളവർ പറയുന്ന 50,000 60,000 ഒന്നും ഇറങ്ങിയിട്ടില്ല. ഒരു ബഡ്ജറ്റിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത്. അത് പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഫ്രണ്ടിലൊരു ഡിസ്ക് സെറ്റ്, പൾസറിൻ്റെ ഡിസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്രാഷ് ഗാർഡ് അണ്ടർവെല്ലി ഓൾറെഡി നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളത് മാറ്റി ഇപ്പം വൃത്തിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ ഒരു വൈറ്റ് ഹാൻഡിൽ ബാർ നമ്മൾ ചെയ്തു. പിന്നെ ഒരു ക്വിക്ക് ത്രോട്ടിൽ, ഇത് ഞാൻ പറഞ്ഞ പോലെ സ്പ്ലെൻഡറിൽ ഡയറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ക്വിക്ക് ത്രോട്ടിൽ കേട്ടോ. സംഭവം നൈസ് ലുക്കാണ്, സംഭവം കുഴപ്പമില്ലാതെ ലുക്കും കൊടുക്കുന്നുണ്ട്. ആൻഡ് ബാക്കിൽ വണ്ടിക്ക് കളർ മാച്ച് ചെയ്യുന്ന പോലെ ഫിനിക്സിൻ്റെ ഷോക്കിനും ഫ്രണ്ടിലത്തെ ഡിസ്കിനും റെഡ് കളർ അടിച്ചിട്ടുണ്ട്. വണ്ടി ഒരു റെഡ് ബ്ലാക്ക് വൈറ്റ് എന്നൊരു കോൺസെപ്റ്റ് മൊത്തത്തിൽ ബിൽഡ് ചെയ്തേക്കുവാണ്. സൈലൻസറോട് പറഞ്ഞാൽ നമ്മൾ മാറ്റുന്നതായിരിക്കും. അതുകൂടെ കഴിഞ്ഞാൽ പക്കായ സംഭവം. അതിലോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞാൽ പൾസർ 150 ഡിസ്ക് സെറ്റാണ്. ആൻഡ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ടിസ്റ്ററിൻ്റെ മതിലാണ് കേട്ടോ. ആൻഡ് നമ്മുടെ സ്പ്ലെൻഡർ പ്ലസ് എന്നുള്ള ആ ഒരു സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യണം. ആൻഡ് ഈ സൈഡിൻ്റെ ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മളൊരു ഹാഫ് ചെയിൻ കവർ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വലിയ വിലയില്ലെങ്കിലും വണ്ടിക്ക് നല്ല എസ്തെറ്റിക് ലുക്ക് കൊടുക്കുന്ന സാധനമാണ് ഈ ഹാഫ് ചെയിൻ കവർ എന്ന് പറയുന്നത്. ആൻഡ് ബാക്കിലോട്ട് ആസ് യൂഷ്വൽ സെയിം നമ്മൾ നല്ലൊരു സീറ്റ് കവർ സെറ്റ് ചെയ്ത് സംഭവം കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ഷേപ്പുള്ള സീറ്റ് കവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു കസ്റ്റം ഗ്രാഫിക്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വണ്ടി ഫുള്ള് ഗ്ലോസി ബ്ലാക്കിലാണ് അടിച്ചേക്കുന്നത്. ആൻഡ് പിന്നെ വരുമ്പോഴത്തേക്കും ഫുഡ് റെസ്റ്റ് 4 FC ഫുഡ് റെസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ബാക്കിൽ വരുമ്പോഴത്തേക്കും ബാക്കിൽ ഞാൻ പറഞ്ഞ ഇസഡിൻ്റെ ഇൻഡിക്കേറ്റർ കവർ പോലും വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് അതിന് പറയണം. പിന്നെ ഒരു വൈറ്റ് ഹാൻഡിൽ ബാർ, വണ്ടി ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ത്രോട്ടിൽ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഓവറോൾ കുറേ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ലുക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യേണ്ട കാരണം വെരി സ്മിഷ് ഫ്രം TVM Automotives.